സുപ്രധാന നിയമങ്ങൾ കേരള PSC പരീക്ഷയിൽ നമുക്ക് മാർക്ക് ഉറപ്പിക്കാം. സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് വന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ SCERT വസ്തുതകൾ, അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങൾ അല്ലെ മറ്റു വസ്തുതകളും കണക്ട് ചെയ്തുകൊണ്ടാണ് ഓരോ ചോദ്യവും അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചു പോവാം. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ട്, അതുപോലെ ഇതിൽ നിന്നുള്ള ഒരു എക്സാം ഒക്കെ തന്നെ നിങ്ങൾക്ക് ഓരോ യൂട്യൂബ് വീഡിയോയും ലഭിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം കിട്ടും. അതിനുവേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ അവിടെ നമുക്കൊരു ചോദ്യം വന്നിട്ടുള്ളത്, IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? IT ആക്ടിലെ പല സുപ്രധാനപ്പെട്ട വകുപ്പുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. സൈബർ ഭീകരതയാണ്. ഇപ്പോൾ സൈബർ ഭീകരത എന്ന് പറയുന്നത് പോലെ എന്താണ്? സൈബർ ടെററിസം അഥവാ സൈബർ ഭീകരതയാണ്. ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവയെ ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയോ ജനങ്ങൾക്കിടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയോ നടത്തുന്ന സൈബർ ആക്രമണങ്ങളെയാണ് സൈബർ ഭീകരത എന്ന് പറയുന്നത്. ആ ഡെഫിനേഷൻ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവ ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയോ ജനങ്ങൾക്കിടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയോ ചെയ്യുന്ന സൈബർ ആക്രമണങ്ങളാണ്. 66F ആണ് വരുന്നത്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഇത് വകുപ്പുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അതിനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നോട്ട് തരും. നോട്ട് കൂടാതെ തന്നെ ഞാനൊരു എക്സാമും തരും. ആ നോട്ട് നന്നായി വായിക്കുക. നിങ്ങളുടേതായ രീതിയിൽ ഇത് എഴുതി വയ്ക്കുക. കാണാപ്പാഠം പഠിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരും. ആ നോട്ട് എഴുതി വയ്ക്കുക. നോട്ട് നിങ്ങൾ കാണുക. ഇതിൻ്റെ നോട്ട് പിറ്റേ ദിവസം എല്ലാ യൂട്യൂബ് വീഡിയോസിൻ്റെയും പിറ്റേ ദിവസം ഞാനത് എന്ത് ചെയ്യും? ടെലിഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിക്കും. പരമാവധി അതേ ദിവസം തന്നെ, അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ രാത്രി 7 മണിക്കൊരു എക്സാം ഉണ്ടായിരിക്കും. ഈ രണ്ടിൻ്റെയും ലിങ്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. എക്സാം ഒരു 5 മിനിറ്റേ വേണ്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുതിയ പുതിയ ചോദ്യങ്ങൾ വരും. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ചോദ്യരൂപത്തിലാക്കി MCQ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. നോട്ട് വിശദമായ കാര്യങ്ങളും ഉണ്ടാവും. ഒരു 4-5 പ്രാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും ഈ സീരീസ് തുടർച്ചയായി കാണുകയും ചെയ്യുക. വീണ്ടും ഇതേ ചോദ്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള വകുപ്പുകളെക്കുറിച്ച് പറയും. അങ്ങനെ റിവൈസ് ചെയ്ത് വരും. വകുപ്പ് 43 കമ്പ്യൂട്ടറിനും കമ്പ്യൂട്ടർ സിസ്റ്റത്തിനും നാശനഷ്ടങ്ങൾ വരുത്തുന്ന പിഴയാണ്. കമ്പ്യൂട്ടർ അപ്പോൾ 63F നമ്മൾ 66F നമ്മൾ പഠിച്ചു. 66F എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കേട്ട് പേടിക്കണ്ട, നിങ്ങൾക്ക് ഉറപ്പിക്കാനൊരു വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ പോവുക. 66F എന്ന് പറഞ്ഞാൽ എന്താണ്? 66F എന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങളാണ്. 43 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനും നാശനഷ്ടങ്ങൾ വരുത്തുന്ന പിഴയാണ്. വകുപ്പ് 65 കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ കൃത്രിമം കാണിക്കലാണ്. 66 കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. 66F നമ്മൾ സൈബർ കുറ്റകൃത്യമാണെന്ന് പഠിച്ചു. 66 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണ്. അതിൽ തന്നെ 66B മോഷണ വസ്തുവായ കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ സ്വീകരിക്കുന്നതാണ്. നിങ്ങളൊരു കമ്പ്യൂട്ടർ ആരെങ്കിലും മോഷണ വസ്തു നിങ്ങൾക്ക് കൊണ്ടുവന്ന് വിൽക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നത് കുറ്റമാണ്. 66B. 66C ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയാണ്. അതായത് ഞാനിപ്പോൾ നിങ്ങളുടെ പേരിൽ ഒരു ID ഉണ്ടാക്കി, കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ IT-ലോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാനൊരു ID ഉണ്ടാക്കി, അതുപയോഗിച്ച് എന്തെങ്കിലും വഞ്ചിക്കുന്നതിനായിട്ടുള്ള ശിക്ഷയാണ് 66C. 66D കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയാണ്. 66E രണ്ടും നോക്കണം. ഒന്ന് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയാണ്, ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. മറ്റത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കലാണ്. എന്ന് പറഞ്ഞാൽ വേറെ ആളുടെങ്കിലും രൂപം ഉണ്ടാക്കിയിട്ടും സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷയാണ് 66E. 66F നമ്മൾ പഠിച്ചു, സൈബർ കുറ്റകൃത്യമാണ്. 67 എന്ന് പറഞ്ഞാൽ അശ്ലീലമായ വിവരങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. 67A ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. 67B കുട്ടികളെ ഉൾപ്പെടുത്തി അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. അപ്പോൾ 67 എന്ന് പറഞ്ഞാൽ അശ്ലീലമായ കാര്യങ്ങളാണ്, അശ്ലീലമായ വിവരങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. 67A ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. 67B കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള അശ്ലീല ദൃശ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രചരിപ്പിക്കുന്നത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 67B ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ 1-2 തവണ വായിക്കുമ്പോൾ ചെറിയതായിട്ടൊക്കെ കണക്ഷൻ വരും. പിന്നീട് നമ്മുടെ നോട്ട് വായിക്കും. പിന്നീട് നിങ്ങൾ എക്സാം ചെയ്യുന്നു. എക്സാം ഒരു 4-5 പ്രാവശ്യം ചെയ്യുക. എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കയറും. ഇത്ര അധികം വകുപ്പുകളൊന്നുമില്ല. എല്ലാ വകുപ്പുകളും കൂടി ഞാൻ ഒന്നിച്ച് പറഞ്ഞിട്ടില്ല. ഇനി ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ വീണ്ടും ഇതിനെ പരാമർശിച്ചു പോകും.
അപ്പം നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് സ്ഥിരമായി ഓരോരോ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കിട്ടും. ഒക്കെ മുൻകാല ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട SCERT വസ്തുക്കൾ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ LDC 2027, അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന സെയിൽസ്മാൻ, ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ബെവ്കോ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെയുള്ള കമ്പനി കോർപ്പറേഷൻ OA തുടങ്ങിയ എക്സാമുകൾക്കായി കൃത്യമായി മാത്രമുള്ള ചാനലാണിത്. ഡിഗ്രിക്കാർക്കും പ്ലസ് ടുക്കാർക്കും ഒക്കെ കാണാം. നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ കിട്ടും. പക്ഷെ ഒക്കെ 10th ലെവൽ വെച്ചിട്ടായിരിക്കും. പക്ഷേ 10th ലെവലിൽ ഒരുപാട് ചോദ്യങ്ങൾ ഡിഗ്രി ലെവലിൽ കിട്ടുന്നുണ്ട്. ആരും ഡിഗ്രി ലെവലിന് മാത്രമായിട്ടുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കരുത്. ഇനി IT ആക്ട് നിലവിൽ വന്നത് സ്ഥിരം ചോദ്യമാണ്. IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17 ഇത് ഓർമ്മിച്ച് വെക്കാൻ ഒരു എളുപ്പമോടി പറഞ്ഞുതരാം. ഒക്ടോബർ 17 നോക്കുക. 17 IT ഉണ്ട്. കണ്ടു നിങ്ങൾ? എത്ര പേര് ആ 17 IT ഉണ്ട് എന്ന് കണ്ടു? 2000 ഒക്ടോബർ 17 എന്ന് പറയുമ്പോൾ അതിൽ IT ഉണ്ട്. ആ ഭാഗവുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇപ്പോൾ നോക്കൂ, ഒക്ടോബർ 17 എന്ന് പറയുമ്പോൾ നോക്കൂ, 17 അങ്ങോട്ട് കൂടിയിട്ട് IT ആയി. ഓക്കെ, പിന്നെ ഏതാ മാസം? ഒക്ടോബർ ആണ്. ഓക്കെ, ഏത് വർഷമാണെന്നും കൂടി ഓർത്തു വെക്കണം. IT ആക്ട് വരുന്നത് 2000-ലാണ്. എന്നാണ് IT ആക്ട് വരുന്നത്? 2000-ലാണ്. അപ്പം 2000-ൽ ഓണ്ട്. ഇപ്പോൾ നോക്കൂ, ഓണ്ട് ഒക്ടോബർ. അപ്പം 2000 ഒക്ടോബറിൽ 17 അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ IT ആക്ട് നിങ്ങൾക്ക് കിട്ടി. 2000 ഒക്ടോബർ 17. IT ആക്ട് ഭേദഗതി ചെയ്യപ്പെടുന്നുണ്ട് പിന്നീട്. അത് 2008-ലാണ്. നോക്കൂ, T8 എന്ന് ഓർത്തു വെച്ചാൽ മതി. ആ ടീലുണ്ട് 8. T8 ടീയുമായിട്ട് വളരെ കണക്റ്റാണ് ആ 8 എന്നുള്ള പദം. അത് 2008 ഒക്ടോബറിലാണ്. പക്ഷേ ഭേദഗതി നിലവിൽ വരുന്നത് 2009-ലാണ്. അപ്പോൾ IT ആക്ടുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട 3 വർഷങ്ങൾ 2000, 2008, 2009. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ്. ഞാനിതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് പറയുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയതാണ്. ഇത് സുരക്ഷാ നിയമങ്ങളിലല്ല വരിക, പക്ഷേ ഇതും പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇന്ത്യയിലത്തെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരാണ്. രണ്ട് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നഗരങ്ങളാണ്, ചെന്നൈയും ബാംഗ്ലൂരും. അതിൽ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലും അതേസമയം പോലീസ് സ്റ്റേഷൻ ഏതുമാണ്? ബാംഗ്ലൂരുമാണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പട്ടം തിരുവനന്തപുരമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ടോ എന്നറിയില്ല, ഇപ്പോൾ കാണുന്നുണ്ടാവും. പട്ടം തിരുവനന്തപുരമാണ്. പട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്, ഓർത്തിരിക്കുക. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട്, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് വന്നത് തന്നെ. 2005-ലെ വിവരാവകാശ നിയമപ്രകാരം 2000-ലാണ് IT ആക്ട്, 2008-ൽ അതിൻ്റെ ഭേദഗതി, 2009-ൽ ആ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നു. 2005-ലെ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? സമയപരിധികൾ IT ആക്ട് പ്രകാരം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം പലപ്പോഴും PSCക്ക് വരുന്നൊരു ചോദ്യമാണ് സമയപരിധികൾ. അത് അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്, 1 മാസത്തിനുള്ളിൽ നൽകേണ്ടതാണ്, ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകേണ്ടതാണ്, 24 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്, 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ്. ഒരാളുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ മാത്രം. വിവരാവകാശ നിയമപ്രകാരം ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരാവകാശ ചോദ്യത്തിന് 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകാൻ ബാധ്യസ്ഥരാണ്. ക്ലിയർ ആയല്ലോ? അപ്പം വിവരം നൽകുന്ന സമയപരിധി പലപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. അതിലൊന്ന് വരുന്നതാണ് അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിലാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മറുപടി നൽകേണ്ടത്? 30 ദിവസത്തിനുള്ളിലാണ്. വിവരാവകാശ പ്രകാരം നിങ്ങളൊരു അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്ത് സാധാരണമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം, അപേക്ഷ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ മറുപടി കൊടുക്കണം? 48 മണിക്കൂറിനുള്ളിൽ മറുപടി കൊടുക്കണം. സാധാരണ ഒരു അപേക്ഷ ലഭിച്ചാൽ ഇൻഫർമേഷൻ പബ്ലിക് ഓഫീസർ അപേക്ഷ ലഭിച്ചാൽ അത് എത്ര ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം? 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ, ആ രണ്ട് വാക്കുകളും ഓർക്കണേ, ആ രണ്ട് കീവേഡ് ഓർക്കണം. ജീവൻ, സ്വാതന്ത്ര്യം.
അതിനെ ബന്ധിച്ചതാണെങ്കിൽ 48 അപേക്ഷാ ഫീസ് 10 രൂപയാണ്, ചോദിക്കാറുണ്ട്. എന്നാൽ BPL അപേക്ഷാ ഫീസ് എന്താണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് എന്ത് കൊടുക്കേണ്ടതില്ല, അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടതില്ല, അതും ചോദിക്കാറുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അപ്പീലുകൾ ചോദിക്കാറുണ്ട്, അപ്പീലിൻ്റെ സമയപരിധി ചോദിക്കാറുണ്ട്. മറുപടി ലഭിക്കേണ്ട തീയതി കഴിഞ്ഞ് 30 ദിവസത്തിനകം ബന്ധപ്പെട്ട ഓഫീസിലെ 1ാം അപ്പീൽ അധികാരിക്ക് നൽകണം. 1ാം അപ്പീലിൽ 30-ാം ദിവസത്തിനകം തീർപ്പുണ്ടായിരിക്കും. ഈ ആളുകൾക്ക് മറുപടി ലഭിക്കണമല്ലോ. ആ മറുപടി ലഭിച്ചു അല്ലെങ്കിൽ മറുപടി ലഭിച്ചില്ല, ഇത്തരത്തിൽ എന്തെങ്കിലും പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ, മറുപടി ലഭിച്ചത് കൃത്യമല്ല അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട വിവരമല്ല കിട്ടിയത്, ഇങ്ങനെയൊക്കെ ഒരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാം. അങ്ങനെ അപ്പീലിന് പോകേണ്ട കാലാവധി ചോദിക്കാറുണ്ട്. സാധാരണ അപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനകം, വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനകം. എന്നാൽ നമുക്ക് കിട്ടിയ അപേക്ഷയിൽ നമുക്ക് കിട്ടിയ വിവരം കൃത്യമല്ലാത്തതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തെറ്റായതോ ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ മറുപടി ലഭിക്കേണ്ട തീയതി കഴിഞ്ഞ് 30 ദിവസത്തിനകം ബന്ധപ്പെട്ട ഓഫീസിലെ 1ാം അപ്പീൽ അധികാരിക്ക് നൽകണം. ബന്ധപ്പെട്ട ഓഫീസിലെ 1ാം അപ്പീൽ അധികാരിക്ക് നൽകണം. 1ാം അപ്പീലിലും 30 ദിവസത്തിനകം തീർച്ചയുണ്ടാവും. സംഭവം സിമ്പിളാണ്. 1ാം അപ്പീലിലും 30 ദിവസത്തിനകം തീർച്ചയുണ്ടാവും. നിങ്ങൾ 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകണം. 1ാം അപ്പീൽ, അതിൻ്റെ മുകളിലുള്ള തീർപ്പും 30 ദിവസമാണ്. ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ നോക്കൂ, ആദ്യം കിട്ടിയ 30 ദിവസം, അപേക്ഷ കിട്ടാനുള്ള 30 ദിവസം, പിന്നീട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള 30 ദിവസം, എന്നിട്ട് അത് നിങ്ങൾക്ക് തരാനുള്ള വീണ്ടും 1ാം അപ്പീലിൽ മറുപടി തരാനുള്ള 30 ദിവസം കൊടുത്താൽ മാക്സിമം 90 ദിവസങ്ങൾക്കുള്ളിൽ ഈ പരിപാടിയൊക്കെ നടന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1ാം അപ്പീലിൽ തൃപ്തരല്ലെങ്കിൽ 90 ദിവസത്തിനകം സംസ്ഥാന കേന്ദ്ര വിവരാവകാശ കമ്മീഷന് 2ാം അപ്പീൽ നൽകാം. അവിടെ 2ാം അപ്പീൽ നൽകേണ്ടത് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ്. 2ാം അപ്പീൽ. 1ാം അപ്പീൽ നൽകുന്നത് നമ്മൾ ആർക്ക് തന്നെയാണ്, ബന്ധപ്പെട്ട വിവരാധികാരിക്കാണ്, അല്ലെ, ബന്ധപ്പെട്ട ഓഫീസിലെ 1ാം അപ്പീൽ അധികാരിക്കാണ്. 2ാം അപ്പീൽ നമ്മൾ കൊടുക്കുന്നത് സംസ്ഥാന കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ്. അത് 90 ദിവസത്തിനകം നൽകണം. അപ്പോൾ ഇതിലെ പ്രധാന വസ്തുതകൾ, നിയമം പാസ്സാക്കിയത് ഇന്ത്യൻ പാർലമെന്റാണ്. ആ ഇന്ത്യൻ പാർലമെന്റ് 2025 ജൂൺ 15-നാണ്. ഓർത്ത് വയ്ക്കാൻ എളുപ്പം പറയാം, നമ്മൾ നേരത്തെ IT ഓടിച്ചു. IT-യിലെ 1-7 എന്നുള്ളത് ITI കാണാം നമുക്ക്. ഇവിടെ വിവരമാണ്. നമ്മൾ വിവരം വയ്ക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലാണ് ചേരുക. നമ്മുടെയൊക്കെ കാലത്ത് സ്കൂളിൽ ചേരുക 1ാം ക്ലാസ്സിലാണ്, അല്ലേ? LKG UKG ഒക്കെ കഴിഞ്ഞിട്ട് പഠനം നടക്കുക 1ാം ക്ലാസ്സിലാണ്. അതേത് മാസം നടക്കുക? അത് നടക്കുന്നത് ജൂൺ മാസമാണ്. നമുക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 5 വയസ്സായിട്ടുണ്ടാവും. ഉറപ്പായില്ലേ? ജൂൺ 15. ജൂൺ മാസത്തിലാണ് നമ്മൾ സ്കൂളിൽ ചേരുക. 1ാം ക്ലാസ്സിലാണ് ചേരുക. 5ാമത്തെ വയസ്സിലാണ് ചേരുക. അപ്പോൾ 6ാമത്തെ വയസ്സാക്കിക്കുന്നു. 5ാമത്തെ വയസ്സിലാണ് ചേരുക. 15ആയി. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. 2005-ലാണ് അവിടെയുണ്ട് 5. എന്നാൽ ഈ നിയമം നിലവിൽ വരുന്നതോ അത് 2005 ഒക്ടോബർ 12-നാണ്. കറക്റ്റ് ഡേറ്റ് ഇത് നിയമം നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ 2005 ഒക്ടോബർ 12-ആണ്. ഇത് രണ്ടും മാറിപ്പോകരുത്. പാർലമെന്റ് പാസ്സാക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യസഭയും ലോക്സഭയും ഒക്കെ പാസ്സാക്കി പ്രസിഡന്റ് അത് ഒപ്പുവെച്ച് നിയമമായ ഡേറ്റാണ് 2005 ജൂൺ 15 എന്ന് പറഞ്ഞത്. പ്രസിഡന്റ് ഒപ്പുവെച്ച തീയതിയാണ്. എന്നാൽ അത് നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ലോകത്താദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിക്കും. അത് സ്വീഡനാണ്. വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? ലോകത്താദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം, നടപ്പിൽ വന്ന രാജ്യം സ്വീഡനാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രചോദനം വളരെ പ്രധാനമായി ചോദിക്കാറുണ്ട്. ആ ചോദ്യം PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണെന്ന് ചോദിക്കും. അത് രാജസ്ഥാനിലെ മസ്തൂൻ കിസാൻ ശക്തി സംഘടനയാണ്. ചിലപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് തരിക, MKKS. അപ്പം എന്തെല്ലാം ഓർക്കണം? പാർലമെന്റ് രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച തീയതി നമ്മൾ പറഞ്ഞു 2005 ജൂൺ 15-ആണ്. എന്നാൽ അത് നടപ്പിൽ വന്ന തീയതി 2005 ഒക്ടോബർ 12-ആണ്. ഓർത്തുവെക്കണം, വിവരാവകാശം 2005-ആണ്. ഇനി ഇത് ആദ്യം നടപ്പിലാക്കിയ രാജ്യം സ്വീഡനാണ്. മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന, വിവരാവകാശ നിയമം വരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന രാജസ്ഥാനിലെ MKKS എന്നും ചോദിക്കാറുണ്ട്. MKKSന്റെ ഫുൾ ഫോമും പറയും, മസ്തൂൻ കിസാൻ ശക്തി സംഘാതൻ. രാജസ്ഥാൻ ഓർക്കണം, MKKS ഓർക്കണം, മസ്തൂൻ കിസാൻ ശക്തി സംഘാതൻ ഓർക്കണം.
അടുത്തത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നു. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി അത് 3 വർഷമാണ്. ദേശീയ വിവരാവകാശ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷമാണ്. 2019 ഭേദഗതിയോടുകൂടി ആണ് ഇത് വരുന്നത്. 2005 ആക്ട് വന്നെങ്കിലും സംസ്ഥാന വിവരാവകാശ നിയമത്തിന് പിന്നീട് 2019 ഒരു ഭേദഗതി വരുന്നുണ്ട്. ആ ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധിയും ശമ്പളവും നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് നൽകി 2019 കൂടിയിട്ട്. അതിനു മുമ്പ് നിശ്ചിത വർഷമായിരുന്നു, 6 വർഷം ഒക്കെ ആയിരുന്നു. ഇപ്പം അതല്ല, ഇപ്പം അത് നിശ്ചയിക്കുക കേന്ദ്ര സർക്കാരാണ്. അവരുടെ ശമ്പളവും അതുപോലെ തന്നെ അവരുടെ കാലാവധിയും. പുതിയ കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത് പ്രകാരം നിലവിൽ 3 വർഷമാണ് രണ്ടു കൂട്ടർക്കും. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർക്ക് ഇപ്പോഴത്തെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. പുനർനിയമനമില്ല. മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർക്ക് പുനർനിയമനത്തിന് അർഹതയില്ല. അതുകൂടി ഓർത്തു വയ്ക്കുക. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനത്ത് ഇവരെ നിയമിക്കുന്നത് ഗവർണറാണെങ്കിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ ചോദിക്കാറുണ്ട്, അത് വജാത്ത് ഹബീബുള്ളയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാത്ത് ഹബീബുള്ളയാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. കേന്ദ്രത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാത്ത് ഹബീബുള്ള. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി PSC പരീക്ഷകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി. അതിനുവേണ്ടി ഈ വിവരാവകാശ നിയമം 2005 വേണ്ടി പ്രവർത്തിച്ച സംഘടന MKKS ആണ്, മസ്തൂൻ കിസാൻ ശക്തി സംഘാതൻ. അത് പാർലമെന്റ് രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കി പാർലമെന്റിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് അത് നിയമമായി മാറുന്നത്. 2005 ജൂൺ 15 പക്ഷേ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12 അടുത്തത് നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം അത് പരാതി തീർപ്പാക്കാനുള്ള സമയപരിധി. അതായത് അവിടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിൽ പരാതി തീർപ്പാക്കേണ്ട സമയപരിധി എത്ര? അവിടെയും സമയപരിധി ചോദിച്ചു. അതായത് സമയപരിധി കേരള PSC പരീക്ഷകളിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ചോദ്യമായിട്ട് മാറുന്നു. നോക്കൂ, വിവരാവകാശത്തിന്റെ സമയപരിധി ചോദിച്ചു. ഇവിടെ എന്തിന്റെ സമയപരിധി ചോദിക്കുന്നു? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ സമയപരിധി ചോദിക്കുന്നു. എന്തുമായി ബന്ധപ്പെട്ട സമയപരിധിയാണ് ചോദിക്കുന്നത്. വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ട സമയപരിധി എത്ര? അതിന് പരിശോധന നടത്തണം, അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്തണം. അങ്ങനെ ആവശ്യമായ വസ്തുക്കൾ, ഇപ്പോൾ അൾട്രേഷൻ ഉണ്ട്, മായ ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മളൊരു പരാതി കൊടുത്താൽ അത് ടെസ്റ്റ് ചെയ്ത് ആ പരാതി തീർപ്പ് കൽപ്പിക്കേണ്ട സമയം 5 മാസമാണ്. എത്ര മാസമാണ്? 5 മാസം. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ സമയപരിധികൾ നമുക്കൊന്ന് വെക്കാം. പരാതിയിൽ പറയുന്ന സാധനത്തിന് ലബോറട്ടറി ടെസ്റ്റോ മറ്റു ടെസ്റ്റുകളോ ആവശ്യമുണ്ടെങ്കിൽ പരാതി തീർപ്പാക്കേണ്ട സമയപരിധി 5 മാസമാണ്. ഇതിനില്ല വല്ല ലബോറട്ടറിയിലും ടെസ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ ആവശ്യമാണെങ്കിൽ ആ പരാതി തീർക്കേണ്ടത് സമയം 5 മാസമാണ്. പരിശോധന ആവശ്യമില്ലെങ്കിലോ, അങ്ങനെ ലബോറട്ടറി റിപ്പോർട്ട് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ കൊടുക്കണം. അപ്പോൾ ലബോറട്ടറി ടെസ്റ്റോ മറ്റ് ടെസ്റ്റുകളോ ആവശ്യമാണെങ്കിൽ 5 മാസം, പരിശോധനകളൊന്നും വേണമെങ്കിൽ 5 മാസത്തിനകം ആ പരാതി തീർക്കണം എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി വന്ന വർഷം, അല്ലെങ്കിൽ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നിട്ടുള്ളത്, ഉപഭോക്തൃ കോടതികൾ നിയമം വരുന്നത് 2019 പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നത് എന്ന് ഓർക്കുക. 2019 തന്നെയാണ് എന്തിന് ഭേദഗതിയും വരുന്നത്? വിവരാവകാശ നിയമത്തിനും ഭേദഗതി വരുന്നത് 2019. ഇത് പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. അതിനു മുമ്പ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉണ്ടായിരുന്നോ? 1986 ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമമുണ്ട്. അതിനെ മാറ്റിക്കൊണ്ടാണ് 2019 പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നത്.
ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കുമെതിരെ നടപടിയെടുക്കുന്നതിനും കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കമ്മിറ്റി രൂപവൽക്കരിച്ചു എന്നുള്ളതാണ് ഈ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റം, അല്ലെങ്കിൽ 1986 നിയമവുമായി ബന്ധപ്പെട്ട മറ്റൊരു മാറ്റം. അതിന് പറയുക സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപവൽക്കരിച്ചു. കമ്മിറ്റിയല്ല, അതോറിറ്റി രൂപവൽക്കരിച്ചു. മാത്രമല്ല 86 മറ്റൊരു വ്യത്യാസം, 86 ഓൺലൈൻ വ്യാപാരമില്ലല്ലോ. 2019 ആക്ട് പ്രകാരം ഓൺലൈൻ വ്യാപാരത്തെയും ഇ കോമേഴ്സ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു. മറ്റൊന്ന്, തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു മധ്യസ്ഥതാ സംവിധാനം, ഒരു മെഡിറ്റേഷൻ മീഡിയേഷൻ സംവിധാനം നിലവിൽ വന്നു. മറ്റൊന്ന്, ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്തോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഉള്ള ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകാം. സാധാരണ ഉപഭോക്താവിന് ഈ മറ്റുള്ള അങ്ങനെ താമസിക്കുന്ന സ്ഥലത്തൊന്നുള്ള പരാതി നൽകാൻ പറ്റിയെന്നില്ല. അപ്പോൾ താമസിക്കുന്ന സ്ഥലത്തോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഉപഭോക്താവിന് പരാതി നൽകാം. പ്രധാനപ്പെട്ട നിയമങ്ങളിലുള്ള വ്യത്യാസം ഒന്ന് എന്താണ്, സെൻട്രലിൽ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം സെൻട്രലിൽ എന്ത് ചെയ്യുന്നു, ഒരു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വരുന്നു, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വരുന്നു. ഇ കൊമേഴ്സിനെ അടക്കം ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നു. തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു മധ്യസ്ഥത എന്നുള്ള ഒരു ആശയം കൊണ്ടുവരുന്നു. പരാതി നൽകാൻ ഉപഭോക്താവിന് സ്വന്തം താമസ സ്ഥലത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഉള്ള തർക്ക പരിഹാര കമ്മീഷനെ, ഒരു ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കാം. ഉപഭോക്തൃ കോടതികളുടെ ഘടനയും സാമ്പത്തിക പരിധിയും അതൊന്ന് ഓർത്തു വയ്ക്കണം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് 50 ലക്ഷം രൂപ വരെയുള്ള മൂല്യമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പരാതികൾ പരിഗണിക്കാം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, തർക്കമുണ്ട്, അതിന് മുകളിൽ പരിഹാരമുണ്ട്, അതിനുള്ള കമ്മീഷന് 50 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങളുടെ തർക്കം പരിഹരിക്കും. 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിൽ അതാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സ്വീകരിക്കുക. 2 കോടിക്ക് മുകളിലാണെങ്കിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അപ്പോൾ 2 കോടിക്ക് മുന്നിൽ ദേശീയ തർക്ക പരിഹാര കമ്മീഷൻ, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എത്രയാണ്? 50 ലക്ഷത്തിന് താഴെ. ഇതിനൊക്കെയുള്ള സമയപരിധി നമ്മൾ പഠിച്ചു. സമയപരിധി ലബോറട്ടറി ടെസ്റ്റോ മറ്റ് ടെസ്റ്റുകളോ ആവശ്യമില്ലെങ്കിൽ 3 മാസം, ടെസ്റ്റുകൾ ആവശ്യമാണെങ്കിൽ 5 മാസം. ഓക്കെ. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നിട്ടുള്ളത്. ഉപഭോക്തൃ സംരക്ഷണ സമിതികളുമായി ബന്ധപ്പെട്ട് PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. കൊണ്ട് ആ നിയമത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. 2020 മുമ്പേ ഈ നിയമം എന്നാണ് നിലവിൽ വന്നതെന്ന് മാത്രമേ ചോദിക്കൂ. ഇപ്പോൾ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെയുണ്ട്. അതിൽ ഉപഭോക്തൃ തർക്കവുമായി ബന്ധപ്പെട്ട നിയമം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതിൽ ചോദിച്ച ചോദ്യമാണ്, ഒരു കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിക്കണം വർഷത്തിൽ? ഒരു വർഷത്തിൽ 1 തവണയാണ്. അപ്പോൾ സമിതികളുടെ യോഗം ചേരുമ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി വർഷത്തിൽ 1 തവണയെങ്കിലും യോഗം ചേരണം. അതിൻ്റെ അധ്യക്ഷനെ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്, കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയാണ്. എന്നാൽ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി വർഷത്തിൽ 2 തവണയെങ്കിലും കുറഞ്ഞത് യോഗം ചേരണം. അവിടുത്തെ അധ്യക്ഷനും സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയും സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയും വർഷത്തിൽ എത്ര തവണ യോഗം കൂടണം മിനിമം എന്നുള്ളത് മനസ്സിലായി. കേന്ദ്രത്തിൽ ഒരു തവണ, സംസ്ഥാനത്തിൽ വർഷത്തിൽ 2 തവണ. രണ്ടിൻ്റെയും ചുമതല അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രിയാണ്. കേന്ദ്രത്തിൽ കേന്ദ്ര ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രി, സംസ്ഥാനത്തിൽ സംസ്ഥാന ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രി. ദേശീയ ഉപഭോക്തൃ ദിനം ചോദിക്കാറുണ്ട്. ഡിസംബർ 24 ഈ ഡിസംബർ 24 പ്രത്യേകത 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അതിന് പകരമാണ് 2019 പുതിയ നിയമം.
2019 പുതിയ നിയമത്തിന്റെ ഘടകങ്ങൾ നമ്മൾ ആലോചിച്ചു. എന്തെല്ലാമാണ്? ഒന്ന്, അതിൽ ഇ കൊമേഴ്സ് കൂടി കൊണ്ടുവന്നു. 2, ഒരു മധ്യസ്ഥ സംവിധാനം, മീഡിയേഷൻ സംവിധാനം കൊണ്ടുവന്നു. 3, ഉപഭോക്താവിന് അവനവൻ താമസിക്കുന്ന സ്ഥലത്തോ ജോലി സ്ഥലത്തോ പോയിട്ട് കേസ് കൊടുക്കാം. ഓക്കെ. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്ന് പറയുന്നത് എന്നാണ്? ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15 എന്താ മാർച്ച് 15 കാരണം? 1962 മാർച്ച് 15 അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ്. ഉപഭോക്താവാണ് രാജാവ് എന്ന് പറഞ്ഞ ആൾ ഗാന്ധിയാണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15 1962 മാർച്ച് 15 അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ്. സോ ഇൻ ഷോർട്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? 2019 പുതിയ നിയമം, അതുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ, ഉപഭോക്തൃ സംരക്ഷണ സമിതി, അത് കേന്ദ്രത്തിലാണെങ്കിൽ വർഷത്തിൽ ഒരു തവണ, സംസ്ഥാനത്താണെങ്കിൽ 2 വർഷം, അതിൻ്റെ പരിധികൾ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് 50 ലക്ഷം വരെ, സംസ്ഥാനത്താകുമ്പോൾ അത് 50 ലക്ഷത്തിനും 2 കോടിയും വരെ, കേന്ദ്രത്തിലാകുമ്പോൾ 2 കോടിക്ക് മുകളിൽ. ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നങ്ങൾ, ഇതാണ് ഈ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചിട്ട് എന്തിൽ പറയുന്നുണ്ട്? SCRTയിൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു ഭാഗം, അവിടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് SCRTയിൽ വരുന്ന ഭാഗമാണ് ISI മാർക്ക്. അത് വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നമാണ് ISI മാർക്ക്. അഗ് മാർക്ക്, അഗ് എന്ന് പറയുമ്പോൾ തന്നെ അഗ്രികൾച്ചർ വരുന്നുണ്ടല്ലോ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കും. ഹാൾമാർക്ക്, BIS ഹാൾമാർക്ക്, അത് സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി ഉറപ്പുവരുത്തും. അപ്പോൾ ISI മാർക്ക് വ്യവസായ ഉൽപ്പന്നങ്ങൾ, അഗ്മാർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ, ഹാൾമാർക്ക് BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം, ആ ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ഉപഭോക്താക്കളുടെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എഴുതുക. സ്ത്രീകളും അറിയണം, പുരുഷന്മാരും അറിയണം. പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമം 2005. 2005 വന്ന മറ്റൊരു നിയമങ്ങൾ ഏതാ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ? നമ്മളൊന്ന് കമന്റ് ചെയ്യും. 2005 വന്ന മറ്റു നിയമങ്ങൾ, ഇത് ഗാർഹിക സംരക്ഷണ നിയമമാണ്. നിയമത്തിന്റെ പ്രധാന സവിശേഷതകളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നു. നോക്കൂ, ഡീറ്റെയിൽ ആയിട്ടാണ് ചോദ്യം വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവ ഏത് നിയമവകുപ്പുകളിൽ പെട്ടതാണ്? പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. പങ്കാളിയുടെ വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും ഉണ്ട്, ഭർത്താവിൻ്റെയാണ് വീട് എന്ന് വിചാരിക്കുക, ഭർത്താവ് ഭാര്യനെ ഇറക്കി വിടുകയാണ്. അതാണ് പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. ഇത് ഗാർഹിക പീഡന നിരോധിക്കൽ നിയമത്തിൽ വരുമോ എന്നുള്ളതാണ്. ഗാർഹിക പീഡനത്തിനിരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചേർന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാം. ഗാർഹിക പീഡനത്തിൽ അപ്പോൾ ഇതും കൂടി ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അതായത് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വിദ്യാലയത്തിൽ ചെന്നോ ഭീഷണി ചെയ്യുന്നതിനെയും ഇനി അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിക്ക് വിലക്കാം. ഗാർഹികാതിക്രമങ്ങൾക്ക് ഇരയാകുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാം. ഇപ്പം ഗാർഹികമായി പീഡിപ്പിക്കപ്പെടുന്നു, ആ പീഡിപ്പിക്കപ്പെട്ട ആളെ ഒരു ബന്ധു സംരക്ഷിക്കുന്നു, ആ ബന്ധുവിനെ പോയിട്ട് ഭീഷണിപ്പെടുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. സൂക്ഷിച്ചാൽ കൈകാര്യം ചെയ്ത് കളയൂട്ടാ, ഞാൻ ഇതിൻ്റെ ഭാര്യയാണ്, എനിക്ക് എന്തും ചെയ്യാം എന്നൊക്കെ. അല്ലെങ്കിൽ അമ്മായിയമ്മ പറയണം എൻ്റെ മരുമോളല്ലേ, എനക്കെന്താ അതിൽ കുഴപ്പം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ബന്ധുവിനെയും ഭീഷണിപ്പെടുത്താൻ പാടില്ല എന്ന് ഈ നിയമം പറയുന്നു. പരാതിക്കാരിക്ക് നിയമപരമായി അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിൽ നിന്നും ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. നല്ല ആലോചിച്ച് വായിച്ചാൽ മതി. പരാതിക്കാരിക്ക് നിയമപരമായി അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതായത് പങ്കുവെക്കപ്പെടുന്ന വീട്, പങ്കാളി ജീവിക്കുന്ന വീട്, അവരുടെ പങ്കാളി ജീവിക്കുന്ന വീട്, ഇത് സ്ത്രീ സംരക്ഷണ നിയമമായതുകൊണ്ട് ആ സ്ത്രീ പലപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിലാവാം, ചിലപ്പോൾ അവനവൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്ക് അവകാശമുള്ള വീടായിരിക്കാം. ഇങ്ങനെയൊക്കെ വരാലോ. അതാണ് പരാതിക്കാരിക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്.
ഇവിടെ ഇനി എന്താണ് ചോദ്യം? ഈ ചോദ്യത്തിൽ എന്താ വന്നിട്ടുള്ളത്? നിയമത്തിൻ്റെ ഇവിടെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവ ഏത് നിയമങ്ങളുടെ വകുപ്പുകളിൽ പെട്ടതാണ്? ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. 1, 2, 3 ഡി ഉണ്ട്. പ്രൊട്ടക്ഷൻ എവിടെയാ ഉള്ളത്? ഇവിടെ നോക്കൂ, ഇത് എളുപ്പമാണ്. ഇത് 1, 2 സൈബർ നിയമമാണ്. 3, 4 മനുഷ്യാവകാശ നിയമമാണ്. 1, 2, 3, 4 ഇന്ത്യൻ ശിക്ഷാ നിയമമാണ്. 1, 2, 3, 4 ഗാർഹികാതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. നിങ്ങളൊന്ന് വായിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റില്ലേ? ചില ചോദ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മാറ്റി വയ്ക്കും. പാടില്ല. എല്ലാ ചോദ്യങ്ങളും വായിച്ചു പോകണം. 10 സെക്കൻഡിനുള്ളിൽ അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ചോദ്യത്തിന് ആൻസർ കണ്ടെത്തുക, അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. അങ്ങനെയുള്ള അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം വായിക്കാതെ പോരുത്. ഇത് അറിയില്ലെങ്കിൽ പോലും ഇതൊരു അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കറിയാം. ഇത് ഗാർഹികാതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം വീണ്ടും ഒരു ചോദ്യം. 2 ക്വസ്റ്റ്യൻ പേപ്പറുള്ള ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ അനുബന്ധ വസ്തുതകളും മുൻകാല ചോദ്യങ്ങളും. അപ്പോൾ അവിടെ തന്നെ 2 എണ്ണത്തിലും വരികയാണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? പ്രൊട്ടക്ഷൻ ഓഫീസർമാരും, ഇതും ഗാർഹിക പീഡന നിരോധന നിയമമാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും. പ്രൊട്ടക്ഷൻ ഓഫീസർമാരുണ്ട്. അതായത് ഗാർഹിക പീഡനം നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ഇരയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരാതി കൊടുക്കാനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുമൊക്കെയുള്ള സംവിധാനമുള്ളതാണ്. അത് അതാത് സർക്കാരുകൾ അവരെ നിയമിക്കണം. അവരെയാണ് പ്രൊട്ടക്ഷൻ ഓഫീസർമാർ എന്ന് പറയുന്നത്. അവർ പബ്ലിക് സർവൻസ് ആയിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. ഈ നിയമം ഉണ്ട് എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കണം. ഗാർഹിക അതിക്രമത്തിന് ഇര ആയവർക്ക് സൗജന്യ സഹായം ലഭ്യമാക്കണം. സൗജന്യമായി ഇവർക്ക് നിയമസഹായം ലഭിക്കണം. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായ താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഇതിൽ ഡി ആണ് തെറ്റ്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് തെറ്റ്. ബാക്കിയുള്ളതൊക്കെ ശരിയാണ്. അതായത് പ്രൊട്ടക്ഷൻ ഓഫീസർമാർ ഗവൺമെൻറ് സെർവൻ്റ് ആയിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനെക്കുറിച്ചുള്ള പരസ്യം നൽകണം. ഗാർഹിക അതിക്രമത്തിനായവർക്ക് സൗജന്യ നിയമസഹായം നൽകണം. 3 വസ്തുതകൾ കിട്ടിയല്ലോ ഈ ചോദ്യത്തിൽ നിന്ന്. 4-മത്തേത് തെറ്റാണ്. പങ്കാളിയുടെ വീട്ടിൽ താമസിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പം നിയമത്തിൻ്റെ സ്വഭാവം, നിയമത്തിൻ്റെ പൂർണ്ണമായ പേര് ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം. നിയമം 2005 നിയമത്തിൻ്റെ സ്വഭാവം, ഇതൊരു സിവിൽ നിയമമാണ്. ഈ നിയമം ഒരു സിവിൽ നിയമമാണ്. പ്രധാന ലക്ഷ്യം സ്ത്രീകൾക്ക് എന്ത് നൽകുക എന്നതാണ്? സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുക എന്നതാണ്. നഷ്ടപരിഹാരം, സ്ത്രീകൾക്ക് സംരക്ഷണവും നഷ്ടപരിഹാരവും നൽകുക എന്നുള്ളതാണ്. എന്താണ് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ? ശാരീരിക പീഡനം. ഭാര്യനെ ഭർത്താവ് ആക്രമിച്ചാൽ കൊല്ലിക്കടിക്കുകയോ മുടിക്ക് പിടിച്ചിട്ട് കുത്തുകയോ നമ്മൾ സിനിമയ്ക്ക് കാണാറില്ലേ? അല്ലെങ്കിൽ കുമ്പയ്ക്ക് ഒരു ചവിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ശാരീരിക പീഡനം. കയ്യേറ്റം, മർദ്ദനം. ലൈംഗിക പീഡനം, ലൈംഗികപരമായ അതിക്രമങ്ങൾ. ഭാര്യയാണെന്ന് വിചാരിച്ചിട്ട് എന്തു ചെയ്യാമെന്ന് ആളുകൾ വിചാരിക്കേണ്ട. ഭർത്താവിന് ലൈംഗികപരമായ അതിക്രമങ്ങൾ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ വരും. വാക്കാലുള്ളതും വൈകാരികവുമായ പീഡനം, ശരീരം കൊണ്ടാവാം, ലൈംഗികമായ പീഡനമാകാം. നമ്മുടെ ആധുനിക സമൂഹത്തിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഭർത്താവിന് ഒരു ഭാര്യയുടെ മുകളിൽ അവകാശങ്ങളില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ചുരുക്കം. അവരെ മാന്യമായി കാണണം. അപ്പോൾ വാക്കാലുള്ളതും വൈകാരികവുമായ പീഡനം എന്ന് പറഞ്ഞാൽ അപമാനിക്കൽ, ഓക്കെ, ഭീഷണിപ്പെടുത്തൽ, അധിക്ഷേപിക്കൽ തുടങ്ങിയവ ഇതൊക്കെ പ്രശ്നമാണ്. അതായത് അപമാനിക്കാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല, അധിക്ഷേപിക്കൽ പാടില്ല. സാമ്പത്തിക പീഡനം, ജീവിത ചെലവിന് പണം നൽകാതിരുന്നാൽ പ്രശ്നമാണ്. ജീവിത ചെലവിന് പണം നൽകാതിരിക്കുക, സ്ത്രീധനത്തിന് വേണ്ടി ഉപദ്രവിക്കുക, ജോലിക്ക് പോകുന്നതിൽ നിന്ന് തടയുക, ശമ്പളം പിടിച്ചു വാങ്ങുക. പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിതൊരു സുരക്ഷയാണ്. അപ്പം പുരുഷന്മാർ പലപ്പോഴും പറയാറുണ്ട് ഇതിൻ്റെ സാമൂഹ്യമായ കാര്യം, ഞങ്ങൾക്കൊരു പരിരക്ഷയുമില്ല എന്ന്. സ്ത്രീകളാണ് സമൂഹത്തിൽ എന്താ അനുഭവപ്പെടുന്നത്? അവർക്കാണ് പീഡനം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അത്തരം ആളുകളെ പരിരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ചുമതലയാണ്. നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാം. നേരെ തിരിച്ച് ചില അപൂർവം സന്ദർഭങ്ങളുണ്ട്. ചില സ്ത്രീകൾ വളരെ മോശമായിട്ട് പുരുഷന്മാരോട് പെരുമാറാറുണ്ട്. അതിൽ സ്ത്രീ മെച്ചമായതുകൊണ്ടോ പുരുഷൻ മെച്ചമായതുകൊണ്ടോ അല്ല, സമൂഹത്തിലെ ആ ഒരു ഫ്രെയിമിനനുസരിച്ചിട്ടാണ് ആളുകൾ പെരുമാറുക.
അപ്പോൾ അവിടെ നോക്കുക, അവിടെ സ്ത്രീക്ക് സംരക്ഷണം ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൽ തന്നെ ചില സ്ത്രീകൾ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുമോ എന്നറിയില്ല, അവർ സംവരണത്തിനെതിരാവാറുണ്ട്. എന്തുകൊണ്ടാണ് സംവരണത്തിനെതിരാവുന്നത്? അവർക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ ജോലി കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ അവിടെ നിങ്ങൾ ആലോചിക്കുക, അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിന് നൂറ്റാണ്ടുകളായിട്ട് അവരെ ഒരു കാലത്ത് നിഷേധിച്ചിരുന്നു. അപ്പോൾ അതൊരു 100-150 വർഷമൊക്കെ പിടിക്കും അവർ മുഖ്യധാരയിലെത്താൻ. അപ്പോൾ നമ്മളൊന്ന് ക്ഷമിച്ചേ പറ്റൂ. അതും ഇതേ പ്രൊട്ടക്ഷൻ പ്രകാരമാണ്. അപ്പോൾ അതിനെ നമ്മൾ എതിർക്കാൻ പാടില്ല. അതിനൊരു സാമൂഹ്യ യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ അനർഹരായിട്ടുള്ള പല ആളുകൾക്കും കിട്ടുന്നുണ്ട്. അത് തെറ്റാണ്. അത് നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. ഇനി പങ്കുവെച്ച വീട്, പരാതിക്കാരി എതിർകക്ഷിയോടൊപ്പം താമസിക്കുന്നതോ മുൻപ് താമസിച്ചിരുന്നതോ ആയ വീട്, ഈ വീട്ടിൽ താമസിക്കാൻ നിയമപരമായി അവകാശമുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ തന്നെ സംരക്ഷണം ലഭിക്കും. ഇപ്പം പങ്കാളിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ പങ്കാളിയോടൊപ്പം ഒരു വീട്ടിലാണ് താമസിക്കുന്നത് വിചാരിക്കുക. രണ്ടുപേർക്കും അതിൽ നിയമപരമായ അധികാരം ഉണ്ടാവാം, അല്ലെങ്കിൽ ഭർത്താവിന് മാത്രമാവാം അധികാരം, അതല്ലെങ്കിൽ ഭാര്യയ്ക്കാവാം അധികാരം. എങ്ങനെയാണെങ്കിലും നിയമപരമായ അധികാരം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും പരാതിക്കാരി എതിർകക്ഷിയോടൊപ്പം താമസിക്കുന്നതോ മുൻപ് താമസിച്ചിരുന്നതോ ആയ വീട്, ഈ വീട്ടിൽ താമസിക്കാൻ നിയമപരമായ അവകാശമുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ തന്നെ സംരക്ഷണം നൽകും. അപ്പോൾ അവർക്ക് താമസിക്കാൻ നിയമപരമായ അവകാശം ഇല്ലെങ്കിൽ പോലും അവിടെ വെച്ച് പീഡിപ്പിച്ചാലും സംരക്ഷണം ലഭിക്കും. പരാതിയും പരിഹാരവും, ഗാർഹിക പീഡനത്തിന് ഇരയായ ഏതൊരു സ്ത്രീക്കും ഈ നിയമപ്രകാരം പരാതി നൽകാം. പരാതിക്കാരെ സഹായിക്കുന്നതിനും തയ്യാറാക്കുന്നതിനും, പരാതിക്കാരെ എന്ത് ചെയ്യുന്നതിനും സഹായിക്കുന്നതിനും പരാതി തയ്യാറാക്കുന്നതിനും ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്, കോടതിയിൽ ഹാജരാക്കുന്നതിന് വൈദ്യസഹായം, അഭയം തുടങ്ങിയവ ഏർപ്പാടാക്കുന്നതിനും സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതല എന്തൊക്കെയാ? പരാതിക്കാരെ സഹായിക്കുക, പരാതി തയ്യാറാക്കുന്നതിന് അത് ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് DIR എന്ന് പറയും, കോടതിയിൽ ഹാജരാക്കുന്നതിന് വൈദ്യസഹായം, അഭയം തുടങ്ങിയവ ഏർപ്പാടാക്കുന്നതിനും സർക്കാർ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. കോടതി നൽകുന്ന ഉത്തരവുകൾ, സംരക്ഷണ ഉത്തരവുണ്ട്, പീഡനം ആവർത്തിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ്, താമസിക്കാനുള്ള ഉത്തരവ്, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ, പങ്കുവെച്ച വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് തടഞ്ഞാൽ അവിടെ താമസിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്ന ഉത്തരവ്, സാമ്പത്തിക സഹായം, ചികിത്സയ്ക്കും മറ്റ് നഷ്ടങ്ങൾക്കും ആവശ്യമായ പണം നൽകാനുള്ള ഉത്തരവ്, നഷ്ടപരിഹാര ഉത്തരവ്, ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവ്, കുട്ടികളുടെ സംരക്ഷണ ഉത്തരവ്, കുട്ടികളുടെ താൽക്കാലിക സംരക്ഷണാവകാശം പരാതിക്കാരിക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവ്. അപ്പം നിയമം പാസ്സാക്കിയ വർഷം 2005 നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 നിയമം പാസ്സാക്കിയ വർഷം 2005 നിയമം നിലവിൽ വരുന്നത് 2006 ഒക്ടോബർ 26 ഉത്തരവ് ലംഘിച്ചാലുള്ള ശിക്ഷ എന്താണ്? കോടതിയുടെ സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നത് 1 വർഷം തടവോ 20,000 രൂപ വരെ പിഴയോ ലഭിക്കുന്ന, അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്ന ക്രിമിനൽ കുറ്റമാണ്. അടുത്തത് വളരെയധികം ചോദിക്കുന്നതാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ്, പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം. P പ്രൊട്ടക്ഷൻ, O ഓഫ് ചിൽഡ്രൻ, C ഫ്രം സെക്ഷൽ എന്താണ്, S ഒഫൻസസ്, അതായത് ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവ്. ഇവിടെ ആദ്യം തെറ്റായ പ്രസ്താവന തിരിച്ചറിയാനാണ് ഈ ചോദ്യത്തിന് വന്നത്. 2 ചോദ്യങ്ങൾ ഇതിലും വന്നിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. ശരിയാണോ തെറ്റാണോ? നിങ്ങളിത് പറയേ. പോക്സോ കേസ് സാധാരണ കോടതികളിൽ വെച്ചിട്ടല്ല, സ്പെഷ്യൽ കോടതികളിലാണ്. കുട്ടികളുടെ പോണോഗ്രഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. 18 വയസ്സിന് താഴെയുള്ളതാണ് കുട്ടികൾ. ആ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതും കുറ്റകരമാണ്. നിങ്ങളുടെ മൊബൈലിൽ അത് കണ്ടു എന്ന് തെളിവുണ്ടായാൽ മതി. എല്ലാവരും ശ്രദ്ധിച്ചോ, നിങ്ങളുടെ മൊബൈൽ അത് കണ്ടു എന്ന് തെളിവ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ കണ്ടു എന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. നിയമം എനിക്ക് അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് അതൊന്നും കഴിയാൻ പറ്റില്ല കേട്ടോ. പോക്സോ പ്രകാരമാണ് കുറ്റം. പോക്സോ എന്ന് പറഞ്ഞാൽ ചില്ലറ കേസല്ല. കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്തു. 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. കുട്ടിയുടെ തെളിവ്
റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റം കൃത്യം നടപടിക്കെടുത്ത് 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. പ്രധാനമായി ശ്രദ്ധിക്കുക, കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി. അപ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ചില്ലേ ഇതിന് സ്പെഷ്യൽ കോടതി വേണമെന്ന്? പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത് എന്നുള്ളതിന് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണിത്. സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്ത് 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതാണ്. അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. ഇവിടെ തെറ്റ് വരുന്നത് സിയിലാണ്. ഇത് 45 ദിവസമല്ല, കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ പോക്സോ പ്രകാരം നിങ്ങൾക്ക് മനസ്സിലായി, കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയിലുള്ളവരായാൽ ശിക്ഷ കൂടും. കുട്ടിയുടെ തെളിവ് റെക്കോർഡ് എടുക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. കുട്ടികളുടെ പോണോഗ്രഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്താൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. ഇനി കുട്ടി എന്താണ് എന്ന് ചോദിക്കുന്നു. എന്താ കുട്ടി എന്ന് പറഞ്ഞാൽ? അതായത് പോക്സോ നിയമം 2012 പ്രകാരം കുട്ടി ആയി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുട്ടിയെയും പെൺകുട്ടിയെയുമാണ് കുട്ടി എന്നുള്ള പേര്. നിയമത്തിന്റെ പ്രധാന സവിശേഷതകൾ: പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് സെക്ഷൽ ഒഫൻസ് ആക്ട് നമ്മൾ പഠിച്ചു. ഇത് നിലവിൽ വന്നത് 2012 നവംബർ 14 നവംബർ 14 എന്ന് പറഞ്ഞാൽ ശിശുദിനം. നിലവിൽ വന്നത് എന്നാണ് 2012 നവംബർ 14 ഈ നിയമം നിലവിൽ വരുന്നത്. കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും ഈ നിയമപ്രകാരം കുട്ടിയാണ്. ആൺ പെൺ ഭേദമില്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബാധകമാണ്. പ്രധാന സമയപരിധികൾ: കോടതി എന്ത് ചെയ്യണം? കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് കോടതി കുറ്റകൃത്യം പരിഗണിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ. ആ ചോദ്യത്തിൽ 45 ദിവസത്തിനുള്ളിൽ എന്നായിരുന്നു. അതാണ് അവിടുത്തെ തെറ്റ്. കേസ് പരിഗണിച്ച് 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണം. 30 ദിവസത്തിനുള്ളിൽ മൊഴിയെടുക്കണം. 1 വർഷത്തിനുള്ളിൽ കേസ് പരിഗണിച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ കേസ് പരിഗണിച്ച തീയതി മുതൽ കുറ്റകൃത്യം പരിഗണിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ കുറ്റകൃത്യം പരിഗണിച്ച തീയതി മുതൽ, അത് കുറ്റകൃത്യമായിട്ട് പരിഗണിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴിയെടുക്കണം. 1 വർഷത്തിനുള്ളിൽ തീർപ്പാക്കണം. പ്രധാന കുറ്റകൃത്യങ്ങൾ: ലൈംഗിക അതിക്രമം, കുട്ടിയുടെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുന്നത്, ബാഡ് ടച്ച് എന്ന് പറയും കേട്ടോ. ശ്രദ്ധിച്ചവരുണ്ട് കുട്ടികളെ, എന്നെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ. കുട്ടിയുടെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുന്നത് ബന്ധുക്കൾ, അധ്യാപകർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങിയ വിശ്വാസബന്ധം പുലർത്തുന്നവർ കുറ്റം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കെതിരെ അതിക്രമം നടത്തുമ്പോൾ ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കുന്നു. അധ്യാപകനാണിച്ചിട്ട് അയാളുടെ സ്വാതന്ത്ര്യമൊക്കെ അവിടെ വളരെ കുറവാണ്. ശ്രദ്ധിക്കുക. ബന്ധുക്കൾ, അധ്യാപകർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങിയ വിശ്വാസബന്ധം പുലർത്തുന്നവർ. ലൈംഗിക ചുവയുള്ള സംസാരം മതി, പോക്സോയുടെ പരിധിയിൽപ്പെടും. ആംഗ്യം കാണിച്ചാൽ മതി, പോക്സോയുടെ പരിധിയിൽപ്പെടും. കുട്ടിയെ ലൈംഗികമായി കാണാൻ നിർബന്ധിക്കൽ, ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കാണാൻ നിർബന്ധിക്കൽ, ഇതൊക്കെ പോക്സോയുടെ പരിധിയിൽപ്പെടും. പോണോഗ്രഫിക് ദൃശ്യങ്ങൾ, കുട്ടികളുടെ ലൈംഗിക ചൂഷണം വ്യക്തമാക്കുന്ന ചിത്രങ്ങളോ വീഡിയോകളോ നിർമ്മിക്കുക, സൂക്ഷിക്കുക, പ്രചരിപ്പിക്കുക എന്നിവയെല്ലാം കുറ്റകരമാണ്. ഇത്തരം ദൃശ്യങ്ങൾ കാണുന്നതും ഈ നിയമപ്രകാരം കുറ്റമാണ്. കോടതി നടപടികൾ: പ്രത്യേക കോടതികൾ. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേക കോടതികളാണ്. പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്നത് എന്താണ്? പ്രത്യേക കോടതികളാണ്. ചൈൽഡ് ഫ്രണ്ട്ലി നടപടികൾ: കുട്ടിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കുക. പോക്സോ സ്പെഷ്യൽ കോടതികളാണ് ഇത് വിചാരണ നടത്തേണ്ടത്. അവിടെ തന്നെ കുട്ടിയുടെ പേര് വിവരം വെളിപ്പെടുത്താൻ പാടില്ല. അടച്ചിട്ട മുറിയിൽ വിചാരണ നടത്തുക, കുട്ടിയെ ആവർത്തിച്ച് കോടതിയിൽ വരുത്തുക തുടങ്ങിയ കുട്ടി സൗഹൃദപരമായ നടപടിക്രമങ്ങളാണ് ഈ നിയമത്തിൽ അനുശാസിക്കുന്നത്. ഓക്കെ, 2019 ഭേദഗതി ഇതിനുണ്ടായി. കുട്ടികൾക്കെതിരായ കടുത്ത ലൈംഗികാതിക്രമങ്ങൾക്ക് വധശിക്ഷ വരെ നൽകാം എന്നായി. കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നതും കുറ്റകരമാക്കി. അങ്ങനെ ഒരു ലൈംഗിക ദൃശ്യങ്ങൾ ഉണ്ടാക്കി അതെന്ത് ചെയ്തു? അത് നിയമത്തിനെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ നശിപ്പിച്ചാലും, ബോധപൂർവം അത് തെളിവായി കൊടുക്കാതിരിക്കാൻ നശിപ്പിച്ചാലും കുറ്റകരമാക്കി. കുറ്റകൃത്യങ്ങളുടെ മിനിമം ശിക്ഷ വർദ്ധിപ്പിച്ചു. അടുത്തത് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ആണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം താഴെ പറയുന്ന
ഏത് നിയമത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമമാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ അത് അതിക്രമങ്ങൾ തടയുന്നതിനെതിരെയുള്ള നിയമമാണെന്ന്. ആക്ട് പ്രകാരം മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നു. ഇത് 2018 പട്ടികവർഗ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ ഭേദഗതി നിയമം, 1959 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം, 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1955 പൗരാവകാശ സംരക്ഷണ നിയമം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാം എയോ ബിയോ ആണ്. അതിലിത് എ ആണ്. 2018 പട്ടികജാതി പട്ടികവർഗ ഭേദഗതി നിയമത്തിൽപ്പെട്ടതാണിത്. ഇപ്പം 2018 ഭേദഗതിയുടെ പ്രധാന സവിശേഷതകൾ, ഈ നിയമം വരുന്നത് ഓർക്കണം, ഈ നിയമം വരുന്നത് നിങ്ങൾ ഓർക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയമത്തിൽ 2018 സവിശേഷതകളാണ് നമ്മൾ ഈ പറഞ്ഞത്. 2018 ഭേദഗതി നിയമത്തിൻ്റെ പ്രത്യേകത എന്താ? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കെതിരെ ഉള്ള അതിക്രമങ്ങൾ തടയുന്നു. ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യമില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാം. അധികാരം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. ഇനി അടുത്തത് ദേശീയ കമ്മീഷനുകളാണ്. അതിൽ നാഷണൽ കമ്മീഷൻ ഫോർ വുമണുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? അത് ജയന്തി പട്നായിക് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഘടനയും ചുമതലകളും എടുക്കുകയാണെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ നിയമം പാർലമെന്റ് പാസാക്കിയത് 1990-ലാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം പാർലമെന്റ് പാസാക്കുന്നത് 1990-ലാണ്. ഈ നിയമപ്രകാരം ഈ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. ഇപ്പം തലയിൽ വെക്കാനുണ്ടാവും മലപ്പുറം ജില്ലക്കാർ, പടച്ചോൻ ഇതെങ്ങനെ ഓർമ്മിച്ച് വെക്കാന്ന്. അതല്ലെങ്കിൽ മറ്റു വിഭാഗക്കാരാണെങ്കിൽ ഈശ്വര ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുമോ? ഇനി ഈശ്വര വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ പണി കിട്ടുമല്ലോ, ഇതൊക്കെ എങ്ങനെ ഓർമ്മിക്കുക? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഇതിൻ്റെ നോട്ട് എല്ലാ യൂട്യൂബ് വീഡിയോ എടുക്കുന്ന ദിവസം പിറ്റേ ദിവസത്തിൻ്റെ നോട്ട് വരും. അത് ഉച്ചയ്ക്ക് 1 മണിക്കാണ് അധിക ദിവസവും നിങ്ങൾക്ക് നോട്ട് കിട്ടും. ചില ദിവസങ്ങളിൽ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആയേക്കാം. കാരണം ഞാനിതൊക്കെ തയ്യാറാക്കുന്നത് നല്ലോണം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും എൻ്റേതായ രീതിയിലാണ്. ഏതെങ്കിലും ഒന്നെടുത്തുകൊണ്ട് പകർത്തി തരികയില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് എക്സാം ഉണ്ടാവും. ഓരോ പോയിന്റ് ക്വസ്റ്റ്യനായി മാറിയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് എക്സാമാണ്, പലതവണ ചെയ്യാം. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഇത് കൂടാതെ ഒരു പരീക്ഷണമാണ്. ഇന്ന് മുതലോ നാളെ മുതലോ ഞാനത് ചെയ്യും. അതാത് ദിവസം എടുക്കുന്ന യൂട്യൂബ് ക്ലാസ്സിന് പിറ്റേ ദിവസം നിങ്ങൾക്കൊരു AI ടീച്ചറിങ് കിട്ടും. ഒരു ലിങ്ക് ഉണ്ടാവുക, ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. അത്രയും നമ്മൾ ചെയ്തുതരാം. അതാത് ദിവസമേ കിട്ടുള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോ കഴിഞ്ഞാൽ പിറ്റേ ദിവസം, അടുത്ത ദിവസം അതിൻ്റെ ഇന്നലത്തെ വീഡിയോ. എല്ലാറ്റിനും AI ടീച്ചറെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സിൽ ചേരണം. മറ്റേത് നിങ്ങൾക്കുള്ള ഒരു സൗജന്യമായിട്ടുള്ള സഹായമാണ്. ഇപ്പോൾ പരീക്ഷണത്തിലാണ്, ഫുൾ ഫ്ലഡ്ജ്ഡ് ആവണേ ഉള്ളൂ. പക്ഷേ ഇന്ന് മുതൽ തരണ്ട്. ആളുകളുടെ എണ്ണം കൂടിയാൽ അത് എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഒരു 500 ആളുകൾക്കൊക്കെ റെഡിയാക്കി വെച്ചതാണ്. 500ന്റെ മുകളിൽ കൊള്ളാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ ചിലപ്പോൾ ഈ വർക്ക് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ കുട്ടികൾക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇതൊരു നിയമപ്രകാരമുള്ള സ്ഥാപനമാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. ഭരണഘടനയിൽ പരാമർശിക്കുന്നതല്ല. ഭരണഘടനയിൽ പരാമർശിക്കുന്നത് PSC പോലെ. ഇപ്പം ജില്ലാ ആസൂത്രണ കമ്മീഷൻ അത് ഭരണഘടനയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ സംസ്ഥാന ആസൂത്രണ കമ്മീഷനെ കുറിച്ചിട്ടോ ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ചിട്ടോ ഇപ്പോഴത്തെ നീതി ആയോഗിനെ കുറിച്ചിട്ടോ ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. അപ്പം ഭരണഘടനാ പരാമർശമില്ലാത്തത് നിയമം വഴി സ്ഥാപിതമാകുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഭരണഘടന പ്രകാരമാകുമ്പോൾ ഭരണഘടനാ സ്ഥാപനമാണ്. ഇപ്പോൾ ധനകാര്യ കമ്മീഷനുകൾ ഭരണഘടനാ സ്ഥാപനമാണ്. PSC ഭരണഘടനാ സ്ഥാപനമാണ്. PSCയുമായി ബന്ധപ്പെട്ട വകുപ്പ് 315 ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതിലെ ഘടന ചോദിക്കും. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും അടങ്ങുന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ. ഏതാണ്? 5 അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറി, ചെയർപേഴ്സൺ. ഇവിടെയൊക്കെ PSC നിങ്ങൾ നിർത്താൻ ധാരാളം കാര്യമുണ്ട്. ഇത് മടുക്കും, ഇതാണ് മാറ്റി വയ്ക്കും. നിങ്ങളിത് കാണാപ്പാഠം പഠിക്കാൻ ശ്രമിച്ചിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് നോട്ട് എഴുതി വെക്കുക, മനോഹരമായ ഒരു നോട്ട് എഴുതി വെക്കുക. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും PSC എന്ന് പറയുന്നത് എന്തല്ല, ഒരു 100 മീറ്റർ ഓട്ടമല്ല, ഒരൊറ്റ ഓട്ടത്തിന് തീർക്കലല്ല. ഇതൊരു മാരത്തൺ ആണ്. ഒരു 1.5 വർഷത്തെ പരിപാടിയായിട്ട് എടുത്തു നോക്ക്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടുക?
ഇങ്ങനെ ഓരോ ടോപ്പിക്കിലും ഈ അടുത്ത കാലത്ത് വന്ന ചോദ്യങ്ങൾ, അതിനോട് അനുബന്ധപ്പെട്ട വസ്തുതകൾ, SCRT പാഠഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. ഇത് അടുത്ത ചോദ്യം ഇതേപോലത്തെ വന്നാൽ വീണ്ടും ഇത് പറയും. എന്നിട്ടോ നിങ്ങൾക്ക് നോട്ട് തരുന്നുണ്ട്, ഇതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഇത് മുഴുവൻ ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടുള്ള എന്ത് തരുന്നുണ്ട്, ടെസ്റ്റ് തരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാം മറ്റു വിഷയങ്ങളിൽ. അതെങ്ങനെ ചെയ്യാമെന്ന് റെഡി ടു നിങ്ങൾക്ക് കിട്ടില്ലെങ്കിലും അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. LDC 2017 LDCക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണുക. പേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് ഇതാണ് കാലാവധി. ഇതൊക്കെ സ്ഥിരം PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അറിയാം. പ്രധാന ചുമതലകൾ: സ്ത്രീകളുടെ ഭരണഘടനാപരവും നിയമപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കുക. വെറുതെ വായിച്ചു പോകരുത്. സ്ത്രീകളുടെ ഭരണഘടനാപരവും നിയമപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കുക. സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകുക. ജയിലുകൾ, മഹിളാ മന്ദിരങ്ങൾ തുടങ്ങിയവ സന്ദർശിച്ച് അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ പഠിക്കുകയും മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക. കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വർഷം തോറും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുക. ഇപ്പം എന്തെല്ലാമാണ് അവരുടെ ചുമതലകൾ? കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വർഷം തോറും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകണം. ജയിലുകൾ, മഹിളാ മന്ദിരങ്ങൾ തുടങ്ങിയവ സന്ദർശിച്ച് അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ പഠിക്കുകയും മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകണം. സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകണം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കണം. സ്ത്രീകളുടെ ഭരണഘടനാപരവും നിയമപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. കേരള വനിതാ കമ്മീഷൻ നിയമം പാസ്സാക്കുന്നത് 1990 എന്നാൽ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14 90 നിയമം വരുന്നു, 96 മാർച്ച് 14 നിയമം വരുന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി ദൈമാസിക. കേരള വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്നു. ഇതിൻ്റെ പ്രസിദ്ധീകരണം ചോദിക്കാറുണ്ട്, അത് സ്ത്രീ ശക്തിയാണ്. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 6 അംഗങ്ങളുണ്ട്. ആകെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ്. 7 അംഗങ്ങളുണ്ട് ആകെ. അതിലൊരാൾ ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ്. അപ്പം അംഗങ്ങളും ചെയർപേഴ്സണും അടക്കം 7, അംഗങ്ങളില്ലാതെ ചെയർപേഴ്സൺ ഇല്ലാതെ 6. ചെയർപേഴ്സണെ കൂടാതെയുള്ള അംഗങ്ങൾ എത്ര പേരാണ്? 6 എന്ന് ഓർത്തിരിക്കുക. ഇനി മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. നമുക്ക് ഒരു ചോദ്യ പേപ്പർ കഴിയുമ്പോഴേക്കും ഏകദേശം ഇതിലെ പ്രധാന നിയമങ്ങളിലൂടെ നമ്മൾ ഒരിക്കൽ കടന്നുപോയി. ഇനി അടുത്ത ചോദ്യ പേപ്പർ വരുമ്പോൾ ഒരു 10-11 ദിവസം കൊണ്ട് ഞാനൊരു ചോദ്യ പേപ്പർ തീർക്കും. അങ്ങനെയാണ് നമ്മളിത് പോകുന്നത്. അടുത്ത ചോദ്യ പേപ്പർ വരുമ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും വരും. അപ്പോൾ റിപ്പീറ്റേഷൻ വരും. ഈ സീരീസ് തുടർച്ചയായി കാണുക. ഇതിൽ എല്ലാ വിഷയങ്ങളും വരും. മാത്സ് വരും, ഇംഗ്ലീഷ് വരും, മലയാളം വരും, കമ്പ്യൂട്ടർ സയൻസ് വരും, ചരിത്രം വരും, ജോഗ്രഫി വരും, ഒക്കെ വരും. ഓക്കെ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം 2007. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. വാർദ്ധക്യകാല ഗൃഹങ്ങളുടെ ആവശ്യകതകളുമായി ബന്ധപ്പെട്ടതാണ്. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ ഓൾഡ് ഏജ് ഹോം സംസ്ഥാന സർക്കാർ സ്ഥാപിക്കണം. അതിൽ 150 പേർക്ക് സൗകര്യം നൽകേണ്ടതാണ്. മുതിർന്ന പൗരന്മാർ നിർവചനം: 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മുതിർന്ന പൗരനാണ്. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ആരാണ്? അത് ഇന്ത്യൻ പൗരനാണ്. 60 വയസ്സിൽ കൂടുതലുള്ളത്. അവിടെ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വൈദ്യസഹായം, ചികിത്സ എന്നിവയെല്ലാം സംരക്ഷണത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. അവിടെ ഉൾപ്പെടുന്നത് ആഹാരം ഉൾപ്പെടുന്നുണ്ട്, വസ്ത്രം ഉൾപ്പെടുന്നുണ്ട്, പാർപ്പിടം ഉൾപ്പെടുന്നുണ്ട്, വൈദ്യസഹായം ഉൾപ്പെടുന്നുണ്ട്, ചികിത്സ, ഇതൊക്കെ സംരക്ഷണത്തിൽ വരും. വൃദ്ധസദനത്തിൻ്റെ ആവശ്യകത, അതാണ് അതിൻ്റെ വകുപ്പ് പറയാം, അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളുണ്ടു. വൃദ്ധസദനത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഈ നിയമത്തിൻ്റെ വകുപ്പ് 19 പ്രകാരമാണ് വൃദ്ധസദനത്തിൻ്റെ ആവശ്യകത പറയുന്നത്.
ഓരോ സംസ്ഥാന സർക്കാരും ഘട്ടം ഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ വൃദ്ധസദനമെങ്കിലും സ്ഥാപിക്കാൻ നടപടിയെടുക്കണം. ഘട്ടം ഘട്ടമായിട്ട് എല്ലാ ജില്ലകളിലും ഓരോ വൃദ്ധസദനം വേണം. 150 നിരാലംബർ, അതും കൂടി ഓർക്കുക. കേരള മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് റൂൾ പ്രകാരം 2009 പ്രകാരം ഇങ്ങനെ സ്ഥാപിക്കുന്ന ഓരോ വൃദ്ധസദനത്തിലും കുറഞ്ഞത് 150 നിരാലംബരായ മുതിർന്ന പൗരന്മാർക്കെങ്കിലും താമസ സൗകര്യം ഉണ്ടായിരിക്കണം. ഇതാണ് കേരള മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് റൂൾ എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണമുണ്ട്. അവർ സംരക്ഷണം ആവശ്യപ്പെട്ട പരാതിക്കുള്ള സംവിധാനമാണ്. അതിൻ്റെ അധ്യക്ഷൻ RDO ആണ്. ഈ പരാതിയുടെ എടുക്കാനുള്ള മെയിൻ്റനൻസ് ട്രിബ്യൂണൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് RDO ആണ്, അല്ലെങ്കിൽ RDOയിൽ കുറയാത്ത റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ്. പരമാവധി പ്രതിമാസ സംരക്ഷണ ചെലവ് ഒരു ട്രിബ്യൂണലിന് നൽകാൻ കഴിയുന്ന പ്രതിമാസ സംരക്ഷണ ചെലവ് 10,000 രൂപയായിരുന്നു. എന്നാൽ 2019 ഭേദഗതി ബിൽ ഈ പരിധി എടുത്തു കളയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ അപ്പീൽ ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം. അതിൻ്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടറാണ്. മക്കൾ ഇവിടെയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വത്ത് കൈമാറ്റവും അതിൻ്റെ ക്രിമിനൽ വ്യവസ്ഥകളുമാണ്. മക്കൾക്കോ ബന്ധുക്കൾക്കോ സംരക്ഷണം ഉറപ്പാക്കുമെന്ന വ്യവസ്ഥയിൽ സ്വത്ത് കൈമാറ്റ ശേഷം ആ വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ ആ സ്വത്ത് കൈമാറ്റം റദ്ദാക്കുന്നതിന് ട്രിബ്യൂണലിന് അധികാരമുണ്ട്. അപ്പോൾ അവരുടെ മക്കളേനെ സംരക്ഷിക്കുമെന്നുള്ളതോ അവരെ സംരക്ഷിക്കുമെന്നുള്ളതോ എന്നുള്ള ലക്ഷ്യം, ചിലപ്പോൾ അവരുടെ മക്കളിൽ ഒരാൾക്ക് തീരെ വയ്യ, അപ്പോൾ നീ ഇത് അവനെ സംരക്ഷിച്ചോളാം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സ്വത്ത് ഒന്നും വിചാരിക്കുക, നിങ്ങൾ വേറൊരു മകനോ മകളോ ആണെന്ന് വിചാരിക്കുക. ആ മകനെയോ മകളെയോ അവർ സംരക്ഷിക്കാൻ പറഞ്ഞ മകനെയോ മകളെയോ സംരക്ഷിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ സ്വത്തിന് മേലുള്ള അവകാശം റദ്ദാക്കാൻ ആ ട്രിബ്യൂണലിന് അവകാശമുണ്ട്. അടുത്തത് വരുന്നത് മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിക്കുന്നത്. അല്ലെ, നമ്മൾ പലപ്പോഴും വാർത്ത കേൾക്കുന്നുണ്ട്, മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിച്ചു എന്നൊക്കെ നമ്മൾ വാർത്ത കേൾക്കുന്നുണ്ട്. തങ്ങളുടെ സംരക്ഷണയിലുള്ള മുതിർന്ന പൗരന്മാരെ എന്ത് ചെയ്യുന്നത്, ഒഴിവാക്കിയാൽ അത് കേസായിരിക്കും എന്നുറപ്പ് വെച്ചോളൂ. ഇനി അത് ചെയ്യാൻ പാടില്ല. ഇനിയെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തങ്ങളുടെ സംരക്ഷണത്തിലുള്ള മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിക്കുന്നത് ഈ നിയമപ്രകാരം ഒരു ക്രിമിനൽ കുറ്റമാണ്. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. തങ്ങളുടെ സംരക്ഷണത്തിലുള്ള മുതിർന്ന പൗരന്മാരെ ഉപേക്ഷിക്കുന്നത് 3 മാസം വരെ തടവോ 5,000 രൂപ വരെ പിഴയോ ലഭിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാം. ഇപ്പോൾ IT ആക്ട്, നമ്മൾ പ്രധാനപ്പെട്ട തീയതികളിലേക്ക് പോകാം. IT ആക്ട് 2000 ഒക്ടോബർ 17 RTI ആക്ട് എന്ന് പറയുന്നത് എന്നാണ്? അത് 2005 ജൂൺ 15, നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 2020 ജൂലൈ 20. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2006 ഒക്ടോബർ 26. പോസ്കോ 2012 നവംബർ 14. നാഷണൽ വുമൻസ് കമ്മീഷൻ 1992 ജനുവരി 31. കേട്ട് പേടിക്കേണ്ട, ഇതൊക്കെ തന്നെ ഞാൻ തരുന്ന ലിങ്കിലുണ്ടായിരിക്കും, എക്സാമിലുണ്ടായിരിക്കും, നോട്ടിലുണ്ടായിരിക്കും. 3 കൂടി മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊന്ന് മനസ്സിൽ കൃത്യമായിട്ട് കേൾക്കും. പിറ്റേ ദിവസമാണ് ഇതൊക്കെ ലഭിക്കുക. അതുകൊണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാതും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ചേരണം. കോഴ്സിൽ ചേർന്നാൽ ഇത് മാത്രമല്ല മറ്റ് അഡീഷണൽ കാര്യങ്ങളും കിട്ടും. കേരള വുമൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, അത് നിലവിൽ വന്നത് ഓർത്തു വെച്ചോളുണ്ടു എന്താണെന്ന്. ഇനി ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1996 മാർച്ച് 14 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ്. നാഷണൽ കൺസ്യൂമർ ഡേ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം എന്ന് പറയുന്നത് എന്നാണ്? ദേശീയ ഇത് ആക്ട് ചെയ്യുന്നില്ലേ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഇപ്പോൾ റെഡിയാക്കാം. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം. ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15. ചിൽഡ്രൻസ് ഡേ, ശിശുദിനം എന്ന് പറയുന്നത് നവംബർ 14. അതുപോലെ തന്നെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ, കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. ആദ്യത്തെ കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. ആദ്യത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ജയന്തി പട്നായിക് ആണ്. ആദ്യത്തെ കേരള വുമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ്. RTI മൂവ്മെന്റ് ലീഡർ അവർ അരുണ റോയ് എന്നും അറിയപ്പെടും. അവർ വിവരാവകാശ നിയമത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നു. RTIയുടെ അപ്ലിക്കേഷൻ ഫീസ് 10 രൂപയാണ്, BPLകാർക്ക് വേണ്ട.
RTI റെസ്പോൺസ് ടൈം സാധാരണ 30 ദിവസമാണ്. അതേസമയം ജീവനോ സ്വാതന്ത്ര്യത്തിനോ ആണെങ്കിൽ 48 മണിക്കൂറാണ്. കൺസ്യൂമർ കംപ്ലൈൻറ്റ് റെസൊല്യൂഷൻ റിപ്പോർട്ടുകളൊന്നും ആവശ്യമില്ലെങ്കിൽ അവിടെ 3 മാസമാണ്. ഏതെങ്കിലും ടെസ്റ്റുകൾ ആവശ്യമില്ലെങ്കിൽ 3 മാസം, ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ 5 മാസം. പോക്സോ 30 ദിവസത്തിനുള്ളിൽ ആ കുറ്റകൃത്യം പരിഗണിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? മൊഴിയെടുത്തിരിക്കണം. 1 വർഷത്തിനുള്ളിൽ കേസ് തീർപ്പാക്കണം. ഇൻഫർമേഷൻ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. 2019 ഭേദഗതിക്ക് ശേഷം അത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതായി. അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പ് ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ SCRT പ്രകാരം ചില കാര്യങ്ങളുണ്ട്. ചരക്ക് വിൽപ്പന നിയമം, സെയിൽസ് ഓഫ് ഗുഡ് ആക്ട് 1930 എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് അല്ലട്ടോ, ഇത് വേറെ. കാർഷികോൽപ്പന്ന നിയമം 1937 ഈ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പറയുന്നുണ്ട്. അവശ്യ സാധന നിയമം 1955 പറയുന്നുണ്ട്. അളവ് തൂക്ക നിലവാര നിയമം 2009 പറയുന്നുണ്ട്. അതൊന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട് പ്രൊഡക്റ്റ് ഓർഡർ എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ ക്ലാസ് 10 സോഷ്യൽ സയൻസിൽ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും, ലിംഗനീതി, സ്ത്രീകളുടെ അവകാശങ്ങൾ, പൊതുഭരണം എന്നുള്ള പാഠങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചിരിക്കുക. നല്ല സ്പർശം ചീത്ത സ്പർശത്തെ കുറിച്ചിട്ട് SCRT പറയുന്നുണ്ട്. ബാഡ് ടച്ചും മറ്റേ എന്താ പറയുക, ഗുഡ് ടച്ച് ബാഡ് ടച്ച് പോക്സോ നിയമത്തിൻ്റെ ബോധവൽക്കരണ ലക്ഷ്യങ്ങളായിട്ട് ഇത് ചേർന്ന് പോകുന്നുണ്ട്. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ആൾ. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. ഈ സീരീസ് നിങ്ങൾക്ക് എത്ര ഗുണപ്രദമാകുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഓക്കെ, താങ്ക് യു.